എടി നിനക്ക് ഷോപ്പിംഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇതെന്താ ഇവിടെ? അറിഞ്ഞു വരാന്ന് പറഞ്ഞിട്ടുണ്ട്. എടി തുഷ്ടേ, നിനക്ക് അവനെ കാണാനാണെങ്കിൽ പിന്നെ എന്തിനാടി എന്നെയും കൂട്ടിക്കൊണ്ട് വന്നേ? ഞാൻ ഷോപ്പിൽ പോയേനെ. ഇന്നാണെങ്കിൽ സാമു ഇല്ലാത്ത ദിവസം. അങ്ങനെ പറയരുത്, നമ്മളിത് കഴിഞ്ഞിട്ട് ഷോപ്പിങ്ങിന് പോവും. അത്ര വരെ ഞാൻ പോസ്റ്റ് ആവൂലേ? ഹേയ് എന്തേ ഒന്ന് പോലെക്കി. നീ ഇങ്ങോട്ട് വന്നേ, നമുക്കിത് അവിടെ പോയിരിക്കും. ഇത് ഇവിടെ ഇരിക്കും. നീ അവനെപ്പോ വരൂ? ഇപ്പൊ വരും, ഒരു 10 മിനിറ്റ്. അതെ, നീ എന്റെ കയ്യിലേക്ക് ഒന്ന് നോക്കിയേ. എന്താ? മെഹന്തി ഇട്ടാലോന്ന് ആലോചിക്കാം. എന്താ കാര്യം? നല്ല ഭംഗി ഉണ്ടാവില്ലേ? അയ്യടി മോളെ, അവന്റെ അമ്മ വന്നതിന് ശേഷം പെണ്ണിന് ഇച്ചിരി ഇളക്കം കൂടിയിട്ടുണ്ട്. ഞാൻ കാണുന്നുണ്ടിട്ടാ. മെഹന്തി ഇടണമെന്ന് പറഞ്ഞാണോ ഇപ്പൊ? അത് മാത്രമൊന്നല്ല, ഞാൻ വീട്ടിൽ ചെന്നപ്പം ബേബി ചേച്ചിയും പറഞ്ഞു പെണ്ണിന് 2 ദിവസമായിട്ട് ഒരുക്കൊക്കെ ഇച്ചിരി കൂടുതലാണെന്ന്. എന്ത് ഭാവിച്ചാ? അത് അവന്റെ അമ്മയ്ക്ക് എന്നെ ഭയങ്കര ഇഷ്ടായി. അതുകൊണ്ട് അവര് വന്ന് കണ്ടിട്ട് പോയിന്നല്ലേ ഉള്ളൂ. കണ്ടിട്ട് പോയെന്ന് മാത്രമൊന്നല്ല, അമ്മ പോകുമ്പോ എന്നോട് എന്താ പറഞ്ഞെന്നറിയോ? അർണുവിന്റെ കാര്യങ്ങളൊക്കെ നന്നായി നോക്കണേന്ന്. എന്താ അതിന്റെ അർത്ഥം? അതെ, അവന്റെ കാര്യം നോക്കണം എന്ന് പറഞ്ഞാൽ മൈലാഞ്ചി ഇടണമെന്നാണല്ലോ അർത്ഥം. പോടാ, എന്റെ വീട്ടിൽ പറയണമെന്നും പറഞ്ഞു. ഇതൊക്കെ എപ്പോ സംഭവിച്ചു? അതൊക്കെ സംഭവിച്ചു. നീ പിന്നെ വാ തുറന്ന സത്യം മാത്രം പറയുന്നോണ്ട് വിശ്വസിക്കാം. വേണമെങ്കിൽ വിശ്വസിച്ചാ മതി, അല്ലെങ്കിൽ തന്നെ നിന്നെ വിശ്വസിപ്പിച്ചിട്ടൊക്കെ വലിയ കാര്യമൊന്നുമില്ല. അതൊക്കെ എന്തെങ്കിലും ആവട്ടെ, അതൊക്കെ നിങ്ങളുടെ ആരും. എനിക്കിപ്പോ വിശക്കുന്നു, വല്ലതും തിന്നാൻ മേടിച്ചോ? എന്റെ 10 സെന്റും കോളോ. അയ്യടാ, അവളുടെ ഒരു 10 സെന്റും കോളോ. ഇപ്പഴാ നിനക്ക് അതൊക്കെ ഓർമ്മ വന്നേ. എടി എനിക്ക് വിശക്കുന്നു, വല്ലതും തിന്നാൻ മേടിച്ചോടി. 5 രൂപയാ? എടി പൈസ താടി. കൊണ്ടുപോയി വല്ലതും വാങ്ങി എനിക്ക് നടക്കാൻ. ബാക്കി പൈസ കൊണ്ട് തന്നെ കട്ട കോടയുണ്ട് പ്രമിത. അതായത് ഇവൻ ആ ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചില്ലേ, അപ്പൊക്കെ മുട്ടൻ ജാടയായിരുന്നേ. പിന്നെ മറ്റേ ഐറ്റം ഇറങ്ങിയില്ലേ, അത് വന്നപ്പോഴാണ് കുറച്ച് താണത്. അവരെ ഇവന്റെ ഫോട്ടോ ഒക്കെ എടുത്തിരുന്നു. ഇവൻ വിചാരിച്ച അഭിനയം കണ്ട് വലിയ മതിപ്പായിട്ടാണെന്ന്. പിന്നെയാണ് കാര്യം മനസ്സിലായത്. ഞാൻ നിന്റെ കാല് പിടിച്ച് എന്നെ പിടിച്ച് അഭിനയിപ്പിക്കാൻ. അതെ, ഞാൻ ഒരു സീൻ അഭിനയിച്ച് കാണിച്ചു. അത് കണ്ടിട്ടാണ് ഈ ഗോപൻ ചേട്ടൻ്റെ മോൻ എന്നോട് നായകനാകാൻ പറഞ്ഞത്. തന്തയ്ക്ക് പറഞ്ഞു. ഞാനെപ്പോഴും നിന്റെ തന്തയ്ക്ക് പറഞ്ഞത്? ഇപ്പൊ പറഞ്ഞില്ലേ? ഞാൻ നിന്റെ അച്ഛൻ്റെ പേര് ഗോപൻ ചേട്ടൻ മോനെ എന്നല്ലേ വിളിച്ചുള്ളൂ. എടാ, അച്ഛൻ്റെ പേര് പറയുന്നതല്ല കുഴപ്പം, ഒരു തെറി പറയുന്ന പോലല്ലേ ഇവനത് പറഞ്ഞത്? ഇല്ല ഡി ഐ ജി, അത് സാമ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞല്ല. ആണോ പ്രമിത പറഞ്ഞോണ്ട് ഞാനിവനെ വെറുതെ വിട്ടു. നിങ്ങൾ എപ്പോഴും ഇങ്ങനെ തന്നെയാണോ? ഏറെക്കുറെ. നിങ്ങളെ കാണുമ്പോൾ എനിക്ക് എൻ്റെ കോളേജ് ഹൗസിൽ ഓർമ്മ വരുന്നത്. ഞങ്ങൾ പ്രമിത എത്ര സിമ്പിളാണ് ഞങ്ങൾ വിചാരിച്ചേ ഇല്ല. FB-ലൊക്കെ എന്തൊക്കെയാ പറയണേ? എന്തൊക്കെയാ പറയണേ? അല്ല, പ്രമിതയ്ക്ക് ഭയങ്കര ജാടയാണ്, ബദാം ജ്യൂസ് കിട്ടിയില്ലെന്ന് പറഞ്ഞ് സെറ്റിൽ നിന്ന് ഇറങ്ങിപ്പോയി, അങ്ങനെയൊക്കെ. നിങ്ങൾ അതൊക്കെ വിശ്വസിക്കുന്നുണ്ടോ? ഞാനതൊന്നും വിശ്വസിക്കാറില്ല. ഇവനെ പോലെ ചില മണ്ടന്മാരാണ് ഇതൊക്കെ വിശ്വസിക്കുന്നത്. അതായത് സോഷ്യൽ മീഡിയയിലൊക്കെ എന്ത് കണ്ടാലും എടുത്ത് ഫോർവേഡ് ചെയ്യുക, എന്നാൽ പിന്നെ ഇതിലെന്തെങ്കിലും സത്യം ഉണ്ടോ എന്ന് അന്വേഷിക്കണ്ടേ. അതെങ്ങനെയാണ്? ഒരു 100 ഗ്രാം ബോധം വേണ്ടേ? പിന്നെ ഇവർ കുറേ ബോധമുള്ള ആൾ. എന്നാ പറയടാ, കേരളത്തിൻ്റെ ഗവർണർ ആയാലെന്ന് പറ. ഇത് പഴയതാ പുതിയതാ? പുതിയത് എനിക്കങ്ങനെ ഓർമ്മയില്ല. എന്നാൽ പിന്നെ പഴയ ഗവർണർ ആയാലെന്ന് പറ. പഴയതൊക്കെ നമ്മൾ ഓർമ്മിച്ചിട്ട് എന്താ അല്ലേ? അതാരെങ്കിലും ആവട്ടെ, നിങ്ങൾ വഴക്കടിക്കായിരിക്കും. ഈ ഗവർണർക്ക് ചോദിക്കുന്ന ഇവനുണ്ടല്ലോ, നമ്മുടെ ബാബു ആന്റണി ഇല്ലേ, ബാബു ആന്റണീനെ അറിഞ്ഞൂടാ? അയ്യേ, ബാബു ആന്റണീനെ അറിയില്ലേ? അതൊക്കെ പണ്ട്, എനിക്കിപ്പോൾ അറിയാം. ശരി എന്നാ ഞാൻ പോട്ടെ. പോകണോ? ഷോർട്ടായി, ബൈ. തീർന്നോ? തീരുള്ളൂ, ഇത് ചെറിയ പാക്കറ്റുള്ളേ. നിനക്ക് ഇതൊക്കെ ചെറിയ പാക്കറ്റ് ആയിരിക്കും. ഒരു പാക്കറ്റ് ക്രീം ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നല്ലോ, അതെവിടെ? അത് ഞാൻ വേസ്റ്റ് ബിന്നിലിട്ടു. അത് രസല്ലേ? ബിസ്ക്കറ്റ് ഞാൻ കഴിച്ചു, കവറിട്ടു എന്ന് പറഞ്ഞേ. നിന്നെ കുട്ടിയാനാ നല്ല വിളിക്കണ്ട, വേറെ വല്ല പേരിട്ടിട്ട് വിളിക്കണം. എൻ്റെ ഒരെണ്ണം ഒന്ന് വന്നിരുന്നെങ്കിൽ, ഇല്ലെങ്കിൽ ഈ പിശാചിനെ തിന്നാൻ വാങ്ങിച്ചു കൊടുത്ത് എൻ്റെ പൈസ മുഴുവൻ തീരും. ഡി, ഈ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റും വാങ്ങിച്ചതിനാണോ നീ ഇങ്ങനെ കണക്ക് പറയണേ? എന്റെ പൊന്നോ, ഞാൻ കണക്ക് പറഞ്ഞോന്നല്ല, ഇരുന്ന് വിഴുങ്ങിക്കോ. ഞാൻ വിളിച്ചോണ്ട് വന്നായി പോയില്ലേ? ഹായ്, സോറി ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. ഹായ് ദിവ്യ. ഹായ്. ഇപ്പോഴെങ്കിലും വന്നത് നന്നായി. അതെ, നിങ്ങൾ സംസാരിച്ചിരിക്കും, ഞാൻ മാറിയിരിക്കാം. എന്തിന്? ഇവിടെ എത്ര പ്രൈവറ്റ് കാര്യങ്ങളൊന്നും ആർക്കും സംസാരിക്കാനില്ല. ഇരിക്കവിടെ. അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നാ? വിളിച്ചായിരുന്നു. എന്തെങ്കിലും പറഞ്ഞാ? പറഞ്ഞു. വീട്ടിലെ പശുവിനെ കുത്തിവെപ്പിക്കാൻ കൊണ്ടുപോകുന്ന കാര്യം പറഞ്ഞു. പിന്നെ ഈ വർഷത്തെ കാര്യം അടക്കാണ്ടേ, ആ കാര്യം പറഞ്ഞു. അടുത്ത ആഴ്ച ഇതൊക്കെ ചെയ്യണം.
അത്രേ ഉള്ളൂ. പിന്നെ വേറെ കാര്യം കൂടി ഉണ്ട്. എന്താ? നമ്മുടെ വീടിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ഒരു ചാണകക്കുഴി ഉണ്ട്. അത് കുറച്ചുകൂടി വലുതാകുന്ന കാര്യം അമ്മ പറഞ്ഞായിരുന്നേ. പശു ഈയിടെയായിട്ട് ചാണകം വല്ലാതെ കൂടുതലിടുന്നു. എന്താ അത്ര കിണിക്കാൻ? നിന്റെ നാട്ടിലൊന്നും പശു ചാണകല്ലേ ഇടാറ്, അല്ലാണ്ട് ആനപ്പിണ്ടൊന്നുമല്ലല്ലോ. എൻ്റെ ലക്കി, അമ്മ നിന്നെ വിളിക്കാറില്ലേ? പിന്നെ എന്തിനാ എൻ്റെ വയനും കൂടിയൊക്കെ കേൾക്കാൻ നിൽക്കണേ? അമ്മ വിളിച്ചു, നിന്നെ ചോദിച്ചു, പോരെ? അതെ, ഇവളുണ്ടല്ലോ, നിന്റെ അമ്മ ഒന്ന് പോയതിനു ശേഷം നിലത്തൊന്നും അല്ല, ആളാകെ മാറിപ്പോയി. ഇപ്പൊ ഉണ്ടല്ലോ, രാവിലെ എഴുന്നേറ്റ് കുളിക്കാൻ കുറെ നേരം, ഒരുങ്ങാൻ കുറെ നേരം, ഇപ്പൊ ഇതാ മെഹന്തി ഇട്ടുതരോന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആള് റെഡിയാണ് ഇട്ടാ, പെട്ടെന്ന് കെട്ടാൻ നോക്ക്. പിന്നെ അമ്മ എന്നോട് പറഞ്ഞ് വീട്ടിൽ സംസാരിക്കാൻ, ഞാൻ ആന്ന് പറഞ്ഞിട്ടുണ്ട്. എന്റെ വീട്ടിലെ കാര്യം ആലോചിച്ചിട്ട് അറിഞ്ഞു ടെൻഷൻ അടിക്കണ്ട കേട്ടാ. കുറച്ച് പിടിവാശൊക്കെ കാണും, പക്ഷെ അറിഞ്ഞുവിനെ കാണുമ്പോ എല്ലാം ശരിയാവും, എനിക്ക് ഉറപ്പുണ്ട്. ആണല്ലേ? നമ്മുടെ കല്യാണേ വലിയ ആർഭാടൊന്നും ആക്കണ്ട, പക്ഷെ ഒട്ടും കുറയ്ക്കാനും പാടില്ല. വിനോദേട്ടനും ജിൻഡോനെയും വർക്ക് ഏൽപ്പിക്കാം. പാവം, വർക്കൊന്നും ഇല്ലാണ്ടിരിക്കല്ലേ. ഇതിപ്പോ എങ്ങാനും ആവോ? കുറച്ച് സമയം എടുക്കും, ഞാൻ എന്തായാലും വിളിക്കാം. അപ്പോൾ മിക്കവാറും ഈ ലൈറ്റ് അപ്പ് പരിപാടിയൊക്കെ തീരാനായിട്ട് ഒരു അരമണിക്കൂർ എടുക്കും. പ്രമിത പോയി ഇരുന്നോളൂ. പിന്നെ അവന്മാർ ശല്യമൊന്നുമല്ലല്ലോ? ഹേ, ആക്ച്വലി അവര് വന്ന് നന്നായി, ഞാൻ ബോറടിച്ചിരിക്കുകയായിരുന്നു. ഓക്കെ, പോട്ടെ. ആ ശരി. ഈ പെമ്പിള്ളേരെന്ന് എപ്പോഴും ആക്ച്വലി എന്ന് പറയുന്നത്. എടാ ഇത് എം ടി. ഞാൻ പറഞ്ഞ എം ടി അല്ല, തകഴി. തകഴിയ ആരെങ്കിലും ഒരു കുഞ്ഞിനിച്ച തകഴി എന്നൊക്കെ പേരിടും. തകഴിന്ന് കുഞ്ഞിന്റെ പേരല്ല, പേര് ശിവശങ്കര പിള്ള. അതെ. എന്താ? അവിനാശിനെ നിങ്ങൾക്ക് എത്ര നാളായിട്ട് അറിയാം? അവിനാശിനെ ഞാനും അവിനാശും ആക്ച്വലി ഒരേ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിച്ചത്. അപ്പോൾ 2 വർഷം അവിടെ ഒന്നിച്ചുണ്ടായിരുന്നു. പിന്നെ ചെറിയൊരു ബ്രേക്ക്, അതിനുശേഷം വീട്ടിലൊന്നിച്ച് താമസിക്കാൻ പറഞ്ഞിട്ട് ആളാ. വീട്ടിൽ താമസിക്കാൻ തുടങ്ങിയിട്ടൊരു 2 വർഷം. 2 വർഷം. അതെന്താ കാര്യം എന്ന് വെച്ചാൽ, എൻ്റെ നാട് ഇവിടെ അല്ല, ഞാൻ കണ്ണൂർ. അവിനാശിന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? അവിനാശിന്റെ വീട്ടില് അവിനാശിന്റെ വീട്ടിൽ അവിനാശിന്റെ അച്ഛൻ, അമ്മ, അമ്മ, ഓക്കെ. പിന്നെ ഒരു അനിയൻ. അനിയൻ? അത്രേ ഉള്ളൂ. എൻ്റെ വീട്ടിലാണെങ്കിൽ പിന്നെ അവിനാശിന് ഗേൾഫ്രണ്ട് ഉണ്ടോ? ഇപ്പൊ തൽക്കാലം ഇല്ല. ഒരാളുണ്ടായിരുന്നത് ഇപ്പം ബ്രേക്കപ്പായി. പക്ഷെ ഇങ്ങനെ പോവാണെങ്കിൽ ചിലപ്പോ അധികം വൈകാതെ തന്നെ ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ടായിക്കൂടായില്ല. പോണ പോക്കാൻ എനിക്ക് അങ്ങനെ തോന്നണേ. എന്തെങ്കിലും ഹെൽപ്പൊക്കെ വേണമെങ്കിൽ പറഞ്ഞു കേട്ടോ. ഞാൻ ചെല്ലട്ടെ. ഓ